റീസെൻ്റ് ആയിട്ട് നമ്മളോട് ചോദിച്ചൊരു ഡൗട്ടാണ്. 1 വയസ്സായ ഒരു കുട്ടിക്ക് 6 മാസത്തോളമായിട്ട് അയൺ സിറപ്പ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഹീമോഗ്ലോബിൻ ഏകദേശം 8-ന് തുടക്കത്തിൽ. അയൺ സിറപ്പ് ഈ 6 മാസം കൊടുത്തിട്ടും ഹീമോഗ്ലോബിൻ കൂടുന്നില്ല. അപ്പോൾ ഇത് സിറപ്പിൻ്റെ എന്തെങ്കിലും പ്രശ്നമാണോ, ഞങ്ങൾ സിറപ്പ് മാറ്റേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ എന്താണ് ഇനി ഇതിനു വേണ്ടി ചെയ്യേണ്ടത്? നമ്മുടെ ചുറ്റുമുള്ള 50% കുട്ടികൾക്ക് അതുപോലെ സ്ത്രീകൾക്കൊക്കെ അയണിൻ്റെ ഡെഫിഷ്യൻസി, അയണിൻ്റെ കുറവ് ബോഡിയിലുണ്ട് എന്നുള്ളതാണ് ഏകദേശമുള്ള ഒരു കണക്ക്. അപ്പോൾ അതുകൊണ്ടാണ് എപ്പോൾ ഹീമോഗ്ലോബിൻ കുറഞ്ഞ് കണ്ടാലും നമ്മൾ അയൺ സിറപ്പ് ആദ്യം കൊടുത്തു നോക്കുന്നത്. സാധാരണ 3 to 6 months ആണ് അയൺ ഡെഫിഷ്യൻസി കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈം പീരീഡ്. അപ്പോൾ 6 മാസമൊക്കെ ആയിട്ടും കുട്ടിയുടെ ഹീമോഗ്ലോബിൻ നോർമൽ ആവുന്നില്ലെങ്കിൽ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകണം. നമുക്ക് അയണിൻ്റെ ഡോസ് കുറച്ചുകൂടെ കൂട്ടാം, സിറപ്പിൻ്റെ അളവ് കുറച്ചുകൂടെ കൂട്ടാൻ പറ്റുമെന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഡീവേമിങ് ചെയ്യുക. കുഞ്ഞുങ്ങൾക്ക് വിരശല്യം കാണും, നമ്മൾ അറിയില്ല. കുഞ്ഞുങ്ങൾ കഴിക്കുന്ന ഫുഡിനെ അത് അബ്സോർപ്ഷനെ എഫക്റ്റ് ചെയ്യും. അതുപോലെ വിര നമ്മുടെ ബോഡിക്കകത്തുള്ളപ്പോഴത്തേക്ക് ആ വഴിക്ക് നമുക്ക് അയൺ നഷ്ടപ്പെടാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഡീവേമിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കറക്റ്റായിട്ട് 6 മാസം കൂടുമ്പോൾ അത് ചെയ്യുകയും ചെയ്യണം. ചില കുട്ടികൾക്ക് അയൺ ഡെഫിഷ്യൻസിയുടെ കൂടെ തന്നെ കുറച്ച് വൈറ്റമിൻ ഡെഫിഷ്യൻസിയും കൂടെ കാണും. B12, ഫോളിക് ആസിഡ് പോലെയുള്ള വൈറ്റമിൻസും കൂടെ ശരിക്കുള്ള രക്തകോശം ഉണ്ടാവാൻ ആവശ്യമാണ്. ഇപ്പോൾ കുട്ടിക്ക് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ഫോളിക് ആസിഡ് എന്നൊക്കെ പറഞ്ഞുള്ള വൈറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലും അയൺ കൊടുത്താലും ഹീമോഗ്ലോബിൻ നോർമൽ ആവാതെ അല്ലെങ്കിൽ RBC കൗണ്ടൊക്കെ നോർമൽ ആവാതെ നിൽക്കാം. അപ്പോൾ വൈറ്റമിൻ B12, ഫോളിക് ആസിഡൊക്കെ അടങ്ങിയ അയൺ സിറപ്പാണോ നമ്മൾ കൊടുക്കുന്നതെന്ന് നോക്കുക. മിക്കവാറും അയൺ സിറപ്പിനകത്തും ഫോളിക് ആസിഡും വൈറ്റമിൻ B12 കാണും. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ നോക്കേണ്ടത് കുട്ടി കഴിക്കുന്ന ഫുഡിൽ നിന്ന് കുട്ടിക്ക് അയൺ ആവശ്യത്തിന് കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ അയണിൻ്റെ അബ്സോർപ്ഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന, അഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ടൈപ്പ് ഫുഡാണോ നമ്മൾ കൊടുക്കുന്നത്. ഒന്ന് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് നമ്മൾ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഹീം അയൺ കുറച്ചുകൂടെ നല്ലതാണ്. നോൺ വെജിറ്റേറിയൻ കുട്ടികളാണെങ്കിൽ ഹീം അയൺ കിട്ടാൻ വേണ്ടി നമുക്ക് മീറ്റും കൂടെ ഫുഡിനകത്ത് ആഡ് ചെയ്യാം. പിന്നെ ഒന്ന് ടാനൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചായക്കകത്തുള്ള സാധനങ്ങൾ അയണിൻ്റെ അബ്സോർപ്ഷനെ അഫക്റ്റ് ചെയ്യുന്ന സാധനമാണ്. ചായ അയൺ സിറപ്പിൻ്റെ കൂടെ കൊടുക്കാതിരിക്കുക, ഫുഡിൻ്റെ കൂടെ ചായ കൊടുക്കാതിരിക്കുക. അതുപോലെ പാല്, പശുവിൻ്റെ പാല് കുഞ്ഞ് ഈ അയൺ സിറപ്പ് കൊടുത്ത ഉടനെ കൊടുക്കാതിരിക്കുക. അതുപോലെ ഫുഡിൻ്റെ കൂടെയും പശുവിൻ്റെ പാല് പൊതുവെ നമ്മൾ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. ഒരു 2 hours 3 hours ഗ്യാപ്പ് കഴിഞ്ഞതിന് ശേഷം ഏതൊരു ഫുഡ് കഴിച്ചാൽ അത് കഴിഞ്ഞതിന് ശേഷം പാല് കൊടുക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് വീട്ടിൽ വെച്ച് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീമോഗ്ലോബിൻ കറക്റ്റ് ആവുന്നില്ലെങ്കിൽ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ്, ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ അടുത്ത ലെവലിലുള്ള കാര്യങ്ങളാണ്. ഇത് നമ്മളൊരു ഡോക്ടറും കൂടെ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. എന്നാലും നിങ്ങൾ ചോദിച്ചുകൊണ്ട് അറിയാൻ വേണ്ടി പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നമ്മൾ അയൺ കഴിക്കുന്നു, അയൺ കഴിച്ചിട്ട് ഹീമോഗ്ലോബിൻ കൂടുന്നില്ല. അപ്പോൾ നമ്മുടെ RBCs അല്ലെങ്കിൽ റെഡ് ബ്ലഡ് സെൽസിന് എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ട ആവശ്യമുണ്ട്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ബോഡിയിൽ ബ്ലഡ് ഉണ്ടാവുന്നത് എല്ലിൻ്റെ മജ്ജയിൽ നിന്നാണ് അല്ലെങ്കിൽ ബോൺ മാരോയിൽ നിന്നാണ്. അപ്പോൾ ബോൺ മാരോയിൽ നിന്ന് ബ്ലഡ് സെൽസ് ഉണ്ടാവുന്നതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അപ്പോൾ ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ട ടെസ്റ്റുകൾ ചെയ്യുക. നമ്മുടെ ഈ പറഞ്ഞ കുട്ടിക്ക് ഹീമോഗ്ലോബിൻ നോക്കിയിട്ടാണ് ട്രീറ്റ്മെൻറ്റ് തുടങ്ങി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് നോക്കാം, മറ്റ് രക്തകോശങ്ങളൊക്കെ നോർമൽ ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നോക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് പെരിഫറൽ ബ്ലഡ് സ്മിയർ എന്ന് പറഞ്ഞിട്ടുള്ള ടെസ്റ്റ് നോക്കാം. ബ്ലഡ് സെൽസിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അതറിയും. നമ്മുടെ ബോഡിയിൽ ആവശ്യത്തിന് അയൺ ഉണ്ടോ, ഇപ്പോൾ കുട്ടിക്ക് നമ്മൾ അയൺ സിറപ്പ് കൊടുത്തു, ആ അയൺ ബോഡിയിൽ ആവശ്യത്തിന് സ്റ്റോർ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് നമുക്ക് സീറം അയൺ ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് ടെസ്റ്റുകൾ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ അയൺ കൊടുത്താലും കുട്ടിയുടെ ഹീമോഗ്ലോബിൻ കറക്റ്റ് ആവുമോ ഇല്ലയോ എന്നുള്ളത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും. അയൺ ഡെഫിഷ്യൻസിയെ പറ്റി ഡീറ്റെയിൽ വീഡിയോസ് നമ്മൾ വേറെയും ചെയ്തിട്ടുണ്ട്. അയൺ ഡെഫിഷ്യൻസിയുടെ പ്രധാനപ്പെട്ട സിംറ്റംസ്, നമ്മൾ എന്തൊക്കെ ഫുഡ് കുട്ടിക്ക് കൊടുക്കണം, എന്തൊക്കെ കൊടുക്കാൻ പാടില്ല, പ്രധാനപ്പെട്ട ടെസ്റ്റുകൾ എന്തൊക്കെയാണ്, ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അയൺ സിറപ്പ് കൊടുത്തിട്ടും ഹീമോഗ്ലോബിൻ കൂടുന്നില്ലെങ്കിൽ നമ്മൾ അടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റി നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കുട്ടിക്ക് ഇതുപോലത്തെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഹീമോഗ്ലോബിൻ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഫുഡിനകത്ത് വരുത്തിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുക. മറ്റുള്ളവർക്കും അത് യൂസ്ഫുൾ ആയിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം.